വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഒരു പേപ്പർ ഹാർട്ട് ഉണ്ടാക്കും. ബേസിക്കലി ഞാൻ രണ്ട് ഹാർട്ട്സ് എക്സാമ്പിൾ ആയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഭയങ്കര ഈസിയാണ്, ഭയങ്കര. നിങ്ങൾക്ക് ഇത് A4 സൈസ് പേപ്പറും കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും. ബേസിക്കലി ഫസ്റ്റ് ഇത് എന്തെങ്കിലും ബാക്ക്ഗ്രൗണ്ട് ശബ്ദം എന്താണ് കേൾക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പട്ടിയമ്മയും എന്തോ പെട്ടെന്തോ എനിക്ക് A4 സൈസ് പേപ്പർ മതി. എനിക്ക് അതോ അറിയാം, എല്ലാവർക്കും A4 സൈസ് പേപ്പർ ആണ്. അതുകൊണ്ട് കുഴപ്പം ഒരു കുഴപ്പമില്ല. ബേസിക്കലി നിങ്ങൾക്ക് സ്ക്വയർ ആക്കണം അല്ലേ? ഞാനപ്പോൾ ട്രിക്ക് കണ്ടിട്ടുണ്ട്. ഈ സാധനം നമ്മുടെ ഒരു തുമ്പെടുത്തിട്ട് നിങ്ങൾ റൈറ്റ് ഹാൻഡഡ് ആണെങ്കിൽ ലെഫ്റ്റ് കൊടുത്തോ. എന്നിട്ട് നിങ്ങൾ റൈറ്റ് ഹാൻഡഡ് ആണെങ്കിൽ ഈ സാധനം ചെയ്യാൻ പോകുന്ന സാധനം ലെഫ്റ്റിന് ചെയ്യണം. എന്നിട്ട് നിങ്ങൾ ലെഫ്റ്റ് ഹാൻഡ് ആണെങ്കിൽ റൈറ്റിന് ചെയ്യണം. ഞാൻ റൈറ്റ് ഹാൻഡഡ് ആണ്. അപ്പം എനിക്ക് ബേസിക്കലി ഇവിടുന്ന് ഞാൻ ഇത് അങ്ങോട്ടാക്കാം. ഞാൻ പറയാം എന്താ ഉദ്ദേശിക്കുന്നതെന്ന് ഗൈസ്. സോ ലൈക്ക് ഇങ്ങനെ ഞാൻ പറയാം എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന്. ഞാനൊരു ട്രിക്ക് ഞാനിപ്പോൾ കുറച്ച് നേരം മുമ്പ് ഞാനെൻ്റെ ആദ്യത്തെ ഹാർട്ട് ഉണ്ടാക്കിയപ്പോൾ ഞാൻ ചിന്തിച്ച സാധനം. സോ ഞാൻ ഇനി തൊട്ട് മലയാളം ആയിരിക്കും കുറച്ച് കൂടുതൽ എൻ്റെ വീഡിയോസ് ലഭിക്കാൻ പോകുന്നത്. എനിക്ക് എൻ്റെ ലാംഗ്വേജ് ഞാൻ തന്നെ പറയുമ്പോൾ എനിക്ക് സന്തോഷമുണ്ട്. പിന്നെ ഡോഡ്കാസ്റ്റിൽ നിന്ന് വന്നു കേട്ടോ എൻ്റെ നമുക്ക് പൈസ ഉണ്ടായിരുന്നവർക്ക്. പക്ഷേ അത് ഞാനല്ല എൻ്റെ സ്കൂളൊക്കെ അല്ലേ. ഓക്കെ, ഞാനിപ്പോൾ അങ്ങനെ ചെയ്തു വന്നിട്ട് ഇവിടെ കുറച്ച് സാധനങ്ങളുണ്ട്. അത് നമ്മൾ കട്ട് ചെയ്യണം. അത് നമുക്ക് റോൾ അല്ലെങ്കിൽ സീറോ ഉപയോഗിക്കാം. ഞാൻ റോളൊന്നും ഇങ്ങനെ ചെയ്യാറുണ്ട്. ഇതാണ് ഞാൻ വിചാരിക്കുന്നത് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇത് പിടിച്ചിട്ട് നമ്മുടെ റോളർ കട്ട് ചെയ്യണം. കാരണം ഇപ്പം കട്ട് ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഞാനിപ്പം കട്ട് ചെയ്തു. ഇങ്ങനെ കിട്ടും. അതായത് നമ്മൾ തുറക്കുമ്പോഴേ കണ്ടോ, ഇതാണ് ആദ്യത്തെ സ്റ്റെപ്പ് ഗൈസ്, മടക്കുന്നത്. ഇങ്ങനെ ഡയമണ്ട് കിട്ടുമ്പോൾ നമ്മൾ മടക്കണം ഗൈസ്. മ്യൂസിക്കാണ് ഗൈസ്, കുഴപ്പമില്ല ഗൈസ്. നമ്മളത് ഇത് കണ്ടു ഗൈസ്, ഈ ഡയമണ്ട് കിട്ടി നമുക്കത് ഏത് കിട്ടാം ഗൈസ്. എന്നിട്ട് ആദ്യത്തെ സ്റ്റെപ്പ് ഇതാണ് ബേസിക്കലി. ഞാൻ പറഞ്ഞ പോലെ ഞാനത് പറഞ്ഞ പോലെ ഇത് ഇങ്ങനെ കിട്ടും. തുറക്കുമ്പോൾ ഇങ്ങനെ വെക്കും ഗൈസ്. അതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. എന്നിട്ട് വേറെ ഡയറക്ഷൻ ചെയ്യണം. മേളിൽ നിന്ന് ചെയ്യണം. റൈറ്റ് ലെഫ്റ്റിൽ നമ്മൾ ചെയ്തു, ഈ മേളിൽ നിന്ന് ചെയ്യണം. നമ്മൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ആർക്കും പറ്റുന്ന. സോ ഗൈസ് ഇതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇതേ ഹാർട്ട് ഉണ്ടാക്കി ഞാൻ ഇത് കണ്ടപ്പോൾ ഞാൻ ഇപ്പോഴത്തേക്ക് ഹാർട്ട് ഉണ്ടാക്കി കണ്ടോ. അങ്ങനെ ചെയ്താൽ നമുക്കത് 1 2 3 4 അത് 4 ഡയറക്ഷൻ നോക്കാം. അന്നേരം ബേസിക്കലി എന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മുടെ മേലൊന്നൊരു ട്രയാങ്കിൾ ആക്കണം. സോ ലൈക്ക് മേലിൽ നിന്ന് ഞാൻ പറയാം എന്താ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് മേളിൽ നിന്ന് നമ്മൾ ട്രയാങ്കിളിങ്ങനെ ആക്കി ബേസിക്കലി. എന്നിട്ട് നമ്മൾ ചെയ്യുന്നത് ഇവിടുന്ന് അടിയിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരണം. ഇത് ഇങ്ങോട്ടാക്കണം. സോ ബേസിക്കലി ഇങ്ങനെയാക്കും. നിങ്ങൾക്ക് ഇതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെയാണ് ബേസിക്കലി കൊണ്ട് അടിയിൽ നിന്ന് ഞാൻ ഇങ്ങോട്ടാക്കി. എന്നിട്ടാണ് നമ്മൾ ഹാർട്ട് ഉണ്ടാക്കുന്നത്. ഈ രണ്ട് സൈഡ് നമ്മൾ ഈ തരത്തിൽ ഇങ്ങോട്ടാക്കണം. സോ ഇത് മടക്കണം ഗൈസ്. ഇത് മിഡിൽ ചെയ്യുന്ന ഇങ്ങനെയാക്കണം. കണ്ടോ, ഇതെടുത്തിട്ട് ഞാൻ ഇങ്ങോട്ടാക്കി. ഇന്നെടുത്തിട്ട് അതുപോലെ തന്നെ ഈ സൈഡ് നമ്മൾ ചെയ്യും. ഇങ്ങനെ ബേസിക്കലി ഇങ്ങനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്.
അത് കുറച്ച് തെറ്റി പോലെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതിങ്ങനെ കിട്ടും. അതല്ല ഹാർട്ട്. ഇനി 2 സ്റ്റെപ്പും കൂടി ചെയ്താൽ ഹാർട്ടാണ്. പിന്നെ നമ്മുടെ ഈ തുമ്പുണ്ട് പുറകെ വെച്ച് നിങ്ങൾക്കിത് കാണും. ആ ട്രെയിനിലും ഇത് ബേസിക്കലി ഇതെടുത്തിട്ട് ഇതിങ്ങോട്ടാക്കണം. സോ ഇങ്ങനെ ചെയ്താലേ ഹാർട്ട് പോലെ ഇരിക്കത്തുള്ളൂ. ഞാൻ ഇതിപ്പോൾ എടുത്തിട്ട് ഇങ്ങോട്ടാക്കി. അതുപോലെ ഇതിലും ചെയ്യണം. അതുപോലെ ഇനി ഇതെടുത്തിട്ട് ഇങ്ങോട്ടാക്കാം. ഇതുപോലെ എന്നിട്ട് അതുപോലെ തന്നെ ഇതും ഇങ്ങോട്ടാക്കണം. എന്നിട്ട് നമ്മൾ തലയിരിക്കുമ്പോൾ പെർഫെക്റ്റ് ഹാർട്ടാകും. ഇതാണ് ഹൗ ടു മേക്ക് എ ഹാർട്ട്. ഭയങ്കര ഈസിയാണ് ഗൈസ്. A4 size പേപ്പറുണ്ട് നിങ്ങൾക്ക് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഗൈസ്. അതാണ് ഇന്നത്തെ വീഡിയോ. ഐ ഹോപ്പ് യു ലൈക്ക് ഇറ്റ്. പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, നോട്ടിഫിക്കേഷൻ ബെൽസ് എല്ലാം ചെയ്യണം ഗൈസ്. ദിസ് ഈസ് ജ്വാല. ബൈ ബൈ.